ഇനി നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ സൈഫറിലെ ക്രിപ്റ്റ് അനാലിസിസ് എങ്ങനെയാണെന്ന് നോക്കാം. ഈ പ്രൊസീജിയർ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞ അഫൈൻ സൈഫറിലെ ക്രിപ്റ്റ് അനാലിസിസും ടൈം കൺസ്യൂമിംഗ് ആണ്. അവിടെ 2 വേരിയബിളിലുള്ള ലീനിയർ കോൺഗ്രൻസ് സോൾവ് ചെയ്യുന്നത് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരുന്നില്ല. ഓരോ ഗെസ്സിലും കറസ്പോണ്ടിങ് ലീനിയർ കോൺഗ്രൻസ് മാനുവലി സോൾവ് ചെയ്യുകയാണെങ്കിൽ ടോട്ടൽ പ്രൊസീജിയർ ലെങ്തി ആയിരിക്കും. അവിടെ നമ്മൾ ഓരോ ഹൈപ്പോത്തസിസിന്റെയും വാലിഡിറ്റി നോക്കിയിരുന്നു. ഇൻവാലിഡ് ഗെസ് ആണെങ്കിൽ നമ്മൾ നെക്സ്റ്റ് ഓപ്ഷൻ ട്രൈ ചെയ്യും. അങ്ങനെ വാലിഡ് ആയിട്ടുള്ള ഒരു കീ കിട്ടുന്നത് വരെ ഇത് കണ്ടിന്യൂ ചെയ്യും. വാലിഡ് ആയിട്ടുള്ള ഒരു കീ കിട്ടി കഴിഞ്ഞാൽ കറസ്പോണ്ടിങ് ഡീക്രിപ്ഷൻ ഫംഗ്ഷൻ കണ്ടുപിടിച്ച് സൈഫർ ടെക്സ്റ്റ് ഡീക്രിപ്റ്റ് ചെയ്ത് നോക്കും. മീനിങ് ഫുൾ ആയ ഒരു മെസ്സേജ് കിട്ടിയാൽ പ്രൊസീജിയർ സ്റ്റോപ്പ് ചെയ്യും. അതല്ലെങ്കിൽ നെക്സ്റ്റ് ഗെസ് എടുക്കും. ഇവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ സൈഫറിന്റെ ക്രിപ്റ്റ് അനാലിസിസിന്റെ കേസിൽ എടുത്തിരിക്കുന്ന എക്സാമ്പിളിൽ ഫസ്റ്റ് ഗെസ് തന്നെ കറക്റ്റ് ആണെന്ന ഒരു അസംഷനിലാണ് മുൻപോട്ട് പോകുന്നത്. ഇംഗ്ലീഷ് ലെറ്റേഴ്സിന്റെയും ഡയഗ്രാംസിന്റെയും ട്രൈഗ്രാംസിന്റെയും എല്ലാം പ്രോബബിലിറ്റീസ് നോക്കി ഗെസ് ചെയ്യുന്നു. പ്രാക്ടിക്കലി ഇത് ഫസ്റ്റ് ഗെസ്സിൽ തന്നെ ഓക്കെ ആവണമെന്ന് നിർബന്ധമില്ല. ഇവിടെ ഓരോ സ്റ്റേജിലും ഓരോ ഗെസ് എടുക്കുന്നുണ്ട്. അതെല്ലാം ഓക്കെ ആണെന്ന അസംഷനിലാണ് മുൻപോട്ട് പോകുന്നത്. ഏത് പ്ലെയിൻ ടെക്സ്റ്റ് എടുത്താലും അതിലെ ഇംഗ്ലീഷ് ലെറ്റേഴ്സിന്റെയും ഡയഗ്രാംസിന്റെയും ട്രൈഗ്രാംസിന്റെയും ഫ്രീക്വൻസീസ് നമ്മൾ ക്രിപ്റ്റ് അനാലിസിസിലെ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞതുപോലെ തന്നെ ആവണമെന്ന് നിർബന്ധമില്ല. ടോട്ടലായിട്ട് സ്റ്റഡി നടത്തിയെന്ന് മാത്രം. പർട്ടിക്കുലർ കേസുകളിലേക്ക് വരുമ്പോൾ അതിൽ വേരിയേഷൻസ് ഉണ്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ, കൺസിഡർ ദി ടെക്സ്റ്റ് അറ്റ് ദി ബിഗിനിങ് ഓഫ് എ പാരഗ്രാഫ്. ബെക്കർ ആൻഡ് പൈപ്പർ ഇവാലുവേറ്റ് ചെയ്ത ഡാറ്റാസ് വെച്ച് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഫ്രീക്വൻസി ലെറ്റർ ഇക്കും, നെക്സ്റ്റ് പൊസിഷൻ ലെറ്റർ ടിക്കും, തേർഡ് പൊസിഷൻ ലെറ്റർ എക്കുമാണ്. ഈ ടെക്സ്റ്റിൽ ഇയുടെ ഫ്രീക്വൻസി 2, ടിയുടെ ഫ്രീക്വൻസി 2, എയുടെ ഫ്രീക്വൻസി 5, എന്നിന്റെ ഫ്രീക്വൻസി 3. സോ പർട്ടിക്കുലർ കേസുകളിലേക്ക് വരുമ്പോൾ സ്ലൈറ്റ് ആയിട്ടുള്ള ചേഞ്ചസ് ഉണ്ടായിരിക്കും. സോ അവിടെ പറഞ്ഞ ഡാറ്റാസ് യൂസ് ചെയ്ത് ഗസ് ചെയ്യുമ്പോൾ എല്ലാ കേസിലും അത് ഓക്കെ ആവണമെന്നില്ല. ബട്ട് ഇവിടെ ഓരോ ഗസ്സും ട്രൂ ആണെന്ന അസംഷനിലാണ് കണ്ടിന്യൂ ചെയ്യുന്നത്. ഓരോ ഗസ്സും കറക്റ്റ് ആണോ അതോ ഇൻകറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുവാൻ പ്രത്യേകിച്ച് മെത്തേഡ്സ് ഒന്നും പറയുന്നില്ല. അഫൈൻ സൈഫറിന്റെ കേസിൽ നമ്മൾ ലീനിയർ കോൺഫറൻസ് സോൾവ് ചെയ്ത് എയുടെ വാല്യൂ കണ്ടുപിടിക്കുന്നു. അതിനുശേഷം GCD ഓഫ് A,26 ഈക്വൽ ടു 1 ആണെങ്കിൽ മാത്രമേ ആ ഗസ് വാലിഡ് ആവുകയുള്ളൂ. ഇവിടെ ഫർദർ കുറച്ച് സ്റ്റെപ്സ് കൂടി മുൻപോട്ട് പോയാലേ ഓരോ ഗസ്സിന്റെയും വാലിഡിറ്റി മനസ്സിലാകൂ. ചിലപ്പോൾ ഫൈനൽ സ്റ്റേജിനോട് അടുത്ത് വരെ എത്തുമ്പോഴാണ് നമ്മൾ ഗസ് ചെയ്തത് കറക്റ്റ് ആയോ എന്ന് മനസ്സിലാവുകയുള്ളൂ. ഇത് തന്നെയാണ് ഓരോ സ്റ്റേജിലെയും ഹൈപ്പോത്തസിസിന്റെ അവസ്ഥ. പ്രാക്ടിക്കലി ഒരുപാട് ടൈം കൺസ്യൂമിംഗ് ആണിത്. സോ നമ്മളിവിടെ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ യൂസ് ചെയ്ത് നടത്തുന്ന ഗസ്സുകളെല്ലാം കറക്റ്റ് ആണെന്നുള്ള അസംഷനിൽ മുൻപോട്ട് പോകുന്നു. ഒരു എക്സാമ്പിളിലൂടെ ഈ മെത്തേഡ് മനസ്സിലാക്കാം. സൈഫർ ടെക്സ്റ്റ് ഓൺലി അറ്റാക്ക് തന്നെയാണ് ഇവിടെയും കൺസിഡർ ചെയ്യുന്നത്. ഒപ്പോണന്റിനെ ഒരു സിംഗിൾ സൈഫർ ടെക്സ്റ്റ് സ്ട്രിങ് കിട്ടിയെന്ന് വിചാരിക്കുക. ആ സ്ട്രിങ്ങിൽ നിന്നുമാണ് കീ കണ്ടുപിടിക്കേണ്ടത്. ഒരു സൈഫർ ടെക്സ്റ്റ് ഇവിടെ തന്നിട്ടുണ്ട്. ഓരോ ഇംഗ്ലീഷ് ലെറ്റേഴ്സിന്റെയും ഈ സൈഫർ ടെക്സ്റ്റിലെ ഫ്രീക്വൻസിയാണ് താഴെ ടേബിളിൽ തന്നിട്ടുള്ളത്. ഇതിൽ ഏറ്റവും കൂടുതൽ ഫ്രീക്വൻസി ഉള്ളത് ലെറ്റർ സെഡിനാണ്, 20 ടൈംസ്. സെക്കൻഡ് പൊസിഷനിലുള്ള എമ്മിന്റെ ഫ്രീക്വൻസി 16. ബേക്കർ ആൻഡ് പൈപ്പറിന്റെ സ്റ്റഡി യൂസ് ചെയ്താൽ ഇംഗ്ലീഷ് ലെറ്റേഴ്സിൽ ഏറ്റവും കൂടുതൽ പ്രോബബിലിറ്റി ഉള്ളത് ലെറ്റർ ഇക്കാണ്. സോ ഇയുടെ ഇൻക്രിപ്ഷൻ ആണ് സെഡ് എന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നു. ദാറ്റ് ഈസ് DK ഓഫ് സെഡ് ഈക്വൽ ടു ഇ. സൈഫർ ടെക്സ്റ്റിൽ അറ്റ്ലീസ്റ്റ് 10 ടൈംസ് എങ്കിലും ഒക്കർ ചെയ്യുന്ന ലെറ്റേഴ്സ് C, D, F, J, M, R, Y ഇവയാണ്. 0.06നും 0.09നും ഇടയിൽ പ്രോബബിലിറ്റീസ് ഉള്ള പ്ലെയിൻ ടെക്സ്റ്റ് ക്യാരക്ടേഴ്സ് T, A, O, I, N, S, H, R ഇവയാണ്. സോ മുകളിൽ പറഞ്ഞ സൈഫർ ടെക്സ്റ്റിലെ 7 ലെറ്റേഴ്സിനെ ഡീക്രിപ്റ്റ് ചെയ്താൽ അവയുടെ കളക്ഷൻ ഈ 8 ലെറ്റേഴ്സിന്റെ ഒരു സബ്സെറ്റ് ആയിരിക്കും. ബട്ട് ഈ 7 ലെറ്റേഴ്സിന്റെയും സൈഫർ ടെക്സ്റ്റിലെ ഫ്രീക്വൻസീസിൽ വലിയ വേരിയേഷൻസ് ഇല്ലാത്തതുകൊണ്ട് ഇവ തമ്മിലുള്ള കറസ്പോണ്ടൻസ് ഇപ്പോൾ പറയുവാൻ സാധിക്കുകയില്ല. സോ നമ്മൾ ഡയഗ്രാംസ് കൺസിഡർ ചെയ്യുന്നു. ലെറ്റർ സെഡ് ലെറ്റർ ഇയുടെ എൻക്രിപ്ഷൻ ആയതുകൊണ്ട് ഡാഷ് ഇസഡ്
ഓർ ഇസഡ് ഡാഷ്. ഈ ഫോമിലുള്ള ഡയഗ്രാംസ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഈ ടൈപ്പിൽ സൈഫർ ടെക്സ്റ്റിലുള്ള മോസ്റ്റ് കോമൺ ഡയഗ്രാംസ് DZ ആൻഡ് ZW രണ്ടും 4 ടൈംസ്, ദെൻ NZ ആൻഡ് ZU രണ്ടും 3 ടൈംസ്, ദെൻ RZ, HZ, XZ, FZ, ZR, ZV, ZC, ZD ആൻഡ് ZJ എല്ലാതും 2 ടൈംസ്. സൈഫർ ടെക്സ്റ്റിൽ ZW 4 ടൈംസ് ഒക്കെ ചെയ്യുന്നുണ്ട്, ബട്ട് WZ ഒക്കെ ചെയ്യുന്നില്ല. പ്ലെയിൻ ടെക്സ്റ്റിലെ മോസ്റ്റ് കോമൺ 30 ഡയഗ്രാംസ് നമ്മൾ പറഞ്ഞിരുന്നു. സെഡിന്റെ ഡീക്രിപ്ഷൻ E ആയതുകൊണ്ട് അതിൽ ലെറ്റർ E കണ്ടെയ്ൻ ചെയ്യുന്ന ഡയഗ്രാംസ് മാത്രം കൺസിഡർ ചെയ്യുന്നു. അവ ഓർഡറിൽ HE, ER, RE, ED, ES, EN, EA, ET, TE, SE ഇവയാണ്. നമുക്കിവിടെ ZW 4 ടൈംസ് ഒക്കെ ചെയ്യുന്നുണ്ട്, ബട്ട് WZ ഒക്കെ ചെയ്യുന്നില്ല. ഈനെ കണ്ടെയ്ൻ ചെയ്യുന്ന മോസ്റ്റ് കോമൺ ഡയഗ്രാംസിൽ ER ഉണ്ട്, REയും ഉണ്ട്, ESഉം SEയും ഉണ്ട്, അതുപോലെ തന്നെ ETയും TEയും ഉണ്ട്. സൈഫർ ടെക്സ്റ്റ് ZW Z ഡാഷ് എന്ന ഫോമിലായതുകൊണ്ട് നമ്മൾ ആൽഫ എന്ന ഫോമിൽ മോസ്റ്റ് കോമൺ ഡയഗ്രാംസിനുള്ളതും ബട്ട് ആൽഫ അതിലില്ലാത്തതുമായ ഡയഗ്രാംസ് മാത്രം കൺസിഡർ ചെയ്യുന്നു. ആ ടൈപ്പിലുള്ള മോസ്റ്റ് കോമൺ ഡയഗ്രാംസ് ED, EN, EA. ഇവിടെ ഡബ്ല്യുവിന്റെ സൈഫർ ടെക്സ്റ്റിലെ ഫ്രീക്വൻസി 10ൽ താഴെയാണ്. Nഉം Aയും മോസ്റ്റ് ഫ്രീക്വന്റ് ലെറ്റേഴ്സിൽ ഉൾപ്പെടുന്നവയാണ്. സോ ലെറ്റർ ഡബ്ല്യുവിന്റെ ഡീക്രിപ്ഷൻ D ആണെന്ന് ഗസ് ചെയ്യുന്നു. ദാറ്റ് ഈസ് DK ഓഫ് W ഈക്വൽ ടു D. ദെൻ സൈഫർ ടെക്സ്റ്റിൽ DZ 4 ടൈംസും ZD 2 ടൈംസും ഒക്കെ ചെയ്യുന്നത് കൊണ്ട് DK ഓഫ് D, R, S, T ഈ ലെറ്റേഴ്സിൽ ഏതെങ്കിലും ഒന്നായിരിക്കും. കാരണം മോസ്റ്റ് ഫ്രീക്വന്റ് ഡയഗ്രാംസിൽ RE, SE, TE അതുപോലെ ER, ES, ET ഇവയുണ്ട്. ബട്ട് DK ഓഫ് D ആ 3 ലെറ്റേഴ്സിൽ ഏതാണ് വരുന്നതെന്ന് ഇപ്പോൾ ക്ലിയർ അല്ല. സോ നമ്മൾ ഇനി ട്രൈഗ്രാംസ് കൺസിഡർ ചെയ്യുന്നു. DK ഓഫ് Z ഈക്വൽ ടു E ആണെന്നും DK ഓഫ് W ഈക്വൽ ടു D ആണെന്നും നമ്മൾ അസ്യൂം ചെയ്തിരുന്നു. സോ ZW ഈ ലെറ്റേഴ്സിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ട്രൈഗ്രാംസ് കൺസിഡർ ചെയ്യാം. ZRW എന്ന ട്രൈഗ്രാം സൈഫർ ടെക്സ്റ്റിൽ ബിഗിനിങ്ങിനോട് അടുത്തുണ്ട്. പിന്നീട് RW എന്ന ഡയഗ്രാം സൈഫർ ടെക്സ്റ്റിൽ വരുന്നുമുണ്ട്. സോ നമ്മൾ ZRW എന്ന ട്രൈഗ്രാം കൺസിഡർ ചെയ്യുന്നു. സൈഫർ ടെക്സ്റ്റിൽ R എന്ന ലെറ്റർ 10 ടൈംസ് ഒക്കെ ചെയ്യുന്നുണ്ട്. ND ഒരു കോമൺ ഡയഗ്രവുമാണ്. സോ DK ഓഫ് R ഈക്വൽ ടു N എന്ന് നമ്മൾ ഗസ് ചെയ്യുന്നു. സോ നമ്മൾ ഇതുവരെ 3 ലെറ്റേഴ്സിന്റെ ഡീക്രിപ്ഷൻ ഗസ് ചെയ്തു. DK ഓഫ് Z ഈക്വൽ ടു E, DK ഓഫ് W ഈക്വൽ ടു D ആൻഡ് DK ഓഫ് R ഈക്വൽ ടു N. ഇത് മൂന്നും യൂസ് ചെയ്ത് സൈഫർ ടെക്സ്റ്റിനെ ഡീക്രിപ്റ്റ് ചെയ്യുവാൻ ട്രൈ ചെയ്താൽ നമുക്കിതുപോലെ കിട്ടും. ഇവിടെ ഇനിയും ഡീക്രിപ്റ്റ് ചെയ്യാത്ത ലെറ്റേഴ്സിന് കറസ്പോണ്ടിങ് ആയ പ്ലെയിൻ ടെക്സ്റ്റിലെ പൊസിഷൻസിൽ ഡാഷ് ഇട്ടിട്ടുണ്ട്. നൗ NZ സൈഫർ ടെക്സ്റ്റിൽ 3 ടൈംസ് ഉണ്ട്, ബട്ട് ZN ഒക്കെ ചെയ്യുന്നില്ല. DK ഓഫ് Z ഈക്വൽ ടു E ആയതുകൊണ്ട് മോസ്റ്റ് കോമൺ ഡയഗ്രാംസിൽ ആൽഫ E ഉള്ളതും ബട്ട് E ആൽഫ ഇല്ലാത്തതുമായ ഡയഗ്രാംസ് കൺസിഡർ ചെയ്യുന്നു. ആ ടൈപ്പിലുള്ള മോസ്റ്റ് കോമൺ ഡയഗ്രാം HE ആണ്. സോ DK ഓഫ് N ഈക്വൽ ടു H ആണെന്ന് നമ്മൾ ഗസ് ചെയ്യുന്നു. ഈ ഗസ് കറക്റ്റ് ആണെങ്കിൽ സൈഫർ ടെക്സ്റ്റിനെ നേരത്തെ ഡീക്രിപ്റ്റ് ചെയ്തപ്പോൾ RZ, CR, WNZ എന്ന പോർഷന്റെ ഡീക്രിപ്ഷൻ NE-NDHE എന്ന് കിട്ടും. NE ഒരു മോസ്റ്റ് ഫ്രീക്വന്റ് ഡയഗ്രാം ആയതുകൊണ്ടും AND ഒരു മോസ്റ്റ് ഫ്രീക്വന്റ് ട്രൈഗ്രാം ആയതുകൊണ്ടും DK ഓഫ് C ഈക്വൽ ടു A എന്ന് ഗസ് ചെയ്യുന്നു. സോ DK ഓഫ് Z ഈക്വൽ ടു E, DK ഓഫ് W ഈക്വൽ ടു D, DK ഓഫ് R ഈക്വൽ ടു N, DK ഓഫ് N ഈക്വൽ ടു H ആൻഡ് DK ഓഫ് C ഈക്വൽ ടു A. ഇത്രയും കാര്യങ്ങൾ യൂസ് ചെയ്ത് സൈഫർ ടെക്സ്റ്റിനെ ഡീക്രിപ്റ്റ് ചെയ്യുമ്പോൾ നമുക്കിതുപോലെ കിട്ടും. ഇനിയും ഡീക്രിപ്റ്റ് ചെയ്യാത്ത ലെറ്റേഴ്സിന്റെ പൊസിഷൻസിൽ ഡാഷ് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് സെക്കൻഡ് മോസ്റ്റ് ക്യാരക്ടറായ M കൺസിഡർ ചെയ്യാം. സൈഫർ ടെക്സ്റ്റിലെ ഒരു സെഗ്മെന്റ് ആണ് RNM.
ഡി കെ ഓഫ് ആർ ഈക്വൽ ടു എന്നും ഡി കെ ഓഫ് എൻ ഈക്വൽ ടു എച്ചും ആയതുകൊണ്ട് ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് പ്ലെയിൻ ടെക്സ്റ്റിൽ എൻ എച്ച് ഡാഷ് എന്ന് കിട്ടിയിട്ടുണ്ട്. എച്ച് ഡാഷ് എന്ന ഫോമിൽ പല വേർഡ്സും സ്റ്റാർട്ട് ചെയ്യുന്നത് കൊണ്ട് എൻ എച്ച് ഡാഷിൽ എൻ ഒരു വേർഡിന്റെ എൻഡും എച്ച് ഡാഷും മറ്റൊരു വേർഡിന്റെ ബിഗിനിങ്ങും ആണെന്ന് നമ്മൾ ഗസ് ചെയ്യുന്നു. സോ എം മോസ്റ്റ് പ്രോബബ്ലി ഏതെങ്കിലും ഒരു വവ്വലിന്റെ എൻക്രിപ്ഷൻ ആയിരിക്കും. ഓൾറെഡി എയുടെയും ഇയുടെയും എൻക്രിപ്ഷൻ നമ്മൾ ഗസ് ചെയ്ത് കഴിഞ്ഞു. ബാക്കിയുള്ള വവ്വൽസ് ഐ, ഒ, യു. അതിൽ ലെറ്റർ യു അത്ര ഫ്രീക്വന്റ് ആയ ഒരു ലെറ്റർ അല്ലാത്തത് കൊണ്ട് ഡി കെ ഓഫ് എം ഈക്വൽ ടു ഐ ഓർ ഡി കെ ഓഫ് എം ഈക്വൽ ടു ഒ എന്ന് നമ്മൾ ഗസ് ചെയ്യുന്നു. ഡി കെ ഓഫ് സി ഈക്വൽ ടു എ ആണ്. സൈഫർ ടെക്സ്റ്റിൽ സി എം എന്ന ഡയഗ്രാം ഉണ്ട്. നമ്മൾ ക്രിപ്റ്റ് അനാലിസിസിന്റെ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞ ഡയഗ്രാംസിന്റെ സ്റ്റഡി പ്രകാരം എ ഐ എന്ന ഡയഗ്രമാണ് എ ഒ എന്ന ഡയഗ്രത്തിനേക്കാൾ മോസ്റ്റ് കോമൺ. സോ ഡി കെ ഓഫ് എം ഈക്വൽ ടു ഐ എന്ന് ഗസ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ഇതും കൂടി യൂസ് ചെയ്ത് സൈഫർ ടെക്സ്റ്റിനെ ഡീക്രിപ്റ്റ് ചെയ്താൽ നമുക്ക് ഇതുപോലെ കിട്ടും. ഇനി നമ്മൾ ലെറ്റർ ഒയുടെ എൻക്രിപ്ഷൻ എന്താണെന്ന് കണ്ടുപിടിക്കാൻ ട്രൈ ചെയ്യുന്നു. കാരണം ലെറ്റർ ഒ ഒരു മോസ്റ്റ് ഫ്രീക്വന്റ് പ്ലെയിൻ ടെക്സ്റ്റ് ക്യാരക്ടർ ആണ്. സൈഫർ ടെക്സ്റ്റിലെ നെക്സ്റ്റ് 3 മോസ്റ്റ് ഫ്രീക്വന്റ് ക്യാരക്ടേഴ്സ് ഡി, എഫ്, ജെ, വൈ ഇവയാണ്. സോ ഇതിലേതെങ്കിലും ആയിരിക്കും ഒയുടെ എൻക്രിപ്ഷൻ. സൈഫർ ടെക്സ്റ്റിൽ സി ഡി എം, സി എഫ് എം, സി ജെ എം ഈ ട്രൈഗ്രാംസ് ഉണ്ട്. ഡി കെ ഓഫ് സി ഈക്വൽ ടു എയും ഡി കെ ഓഫ് എം ഈക്വൽ ടു ഐയും ആയതുകൊണ്ട് ഡി കെ ഓഫ് ഡി ഈക്വൽ ടു ഒ ഓർ ഡി കെ ഓഫ് എഫ് ഈക്വൽ ടു ഒ ഓർ ഡി കെ ഓഫ് ജെ ഈക്വൽ ടു ഒ ആണെങ്കിൽ നമുക്ക് പ്ലെയിൻ ടെക്സ്റ്റിൽ എ, ഒ, ഐ എന്ന വവൽസിന് മാത്രം കണ്ടെയ്ൻ ചെയ്യുന്ന ട്രൈഗ്രാം കിട്ടും. സോ ഈ 3 കേസ് നമ്മൾ ഒഴിവാക്കുന്നു. സി, വൈ, എം എന്ന ട്രൈഗ്രാം സൈഫർ ടെക്സ്റ്റിൽ ഇല്ലാത്തതുകൊണ്ട് വൈ ആണ് ഒയുടെ എൻക്രിപ്ഷൻ എന്ന് ഗസ് ചെയ്യുന്നു. ദാറ്റ് ഈസ് ഡി കെ ഓഫ് വൈ ഈക്വൽ ടു ഒ. ഇതുപോലെ സൈഫർ ടെക്സ്റ്റിലെ ഓരോ സെഗ്മെന്റ് എടുത്ത് കറസ്പോണ്ടിങ് പ്ലെയിൻ ടെക്സ്റ്റ് ക്യാരക്ടേഴ്സ് ഗസ് ചെയ്യുന്നു. കുറച്ച് മീനിങ് ഫുൾ ആയ പ്ലെയിൻ ടെക്സ്റ്റ് വേർഡ്സ് എല്ലാം കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ഗസ്സുകളെല്ലാം കറക്റ്റ് ആണെന്ന് കൺഫേം ആക്കാം. അങ്ങനെയാണെങ്കിൽ കുറച്ച് ലെറ്റേഴ്സിന്റെ എൻക്രിപ്ഷൻ യൂസ് ചെയ്ത് സബ്സ്റ്റിറ്റ്യൂഷൻ സൈഫറിൽ യൂസ് ചെയ്തിരിക്കുന്ന കീ നമുക്ക് കണ്ടുപിടിക്കാവുന്നതാണ്. ഫൈനലി ഈ കീ യൂസ് ചെയ്ത് സൈഫർ ടെക്സ്റ്റിനെ ഡീക്രിപ്റ്റ് ചെയ്താൽ നമുക്ക് പ്ലെയിൻ ടെക്സ്റ്റ് ഇതുപോലെ കിട്ടും. Our friend from Paris examined his empty glass with surprise, as if evaporation had taken place while he was in looking. I poured some more wine, and he settled back in his chair, face tilted up towards the sun. ഇതുപോലെയാണ് സബ്സ്റ്റിറ്റ്യൂഷൻ സൈഫറിലെ ക്രിപ്റ്റ് അനാലിസിസ്. പ്രാക്ടിക്കലി ഫസ്റ്റ് ഗസ്സുകളെല്ലാം തന്നെ ഓക്കെ ആവണമെന്നില്ല. ജസ്റ്റ് ആ മെത്തേഡ് മനസ്സിലാക്കുവാൻ വേണ്ടി ഒരു എക്സാമ്പിൾ പറഞ്ഞുവെന്ന് മാത്രം.